കഥക്കുട്ടി ടേറ്റ്സിലേക്ക് സ്വാഗതം. ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യാവസ്ഥയുടെ കാമനകളെ ഹൃദ്യമായി അവതരിപ്പിക്കുന്ന കഥ. ഒടുവിൽ മഞ്ഞിച്ച് യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ജീവിതം നഷ്ടസ്മൃതിയായി തീരുന്നു. KR മീര എഴുതിയ ചെറുകഥ മോഹമഞ്ഞ. അവൾക്ക് യഥാർത്ഥത്തിൽ മഞ്ഞപ്പിത്തമായിരുന്നു. അതുകൊണ്ട് എല്ലാം മഞ്ഞയായി തോന്നി. അയാളുടെ അങ്ങിങ്ങ് നരച്ച തല, ബുദ്ധിയുള്ള കണ്ണുകൾ, വൃത്തിയായി വെട്ടിയ അഴുക്കില്ലാത്ത നഖങ്ങൾ, എല്ലാം. അയാൾക്കാകട്ടെ ഒരു പുതിയതരം വൈറൽ പനിയായിരുന്നു. അതുകൊണ്ട് അവളുടെ ചുരുണ്ട മുടിയും വിളറിയ കവളും കറുത്ത ചെറിയ പൊട്ടും എല്ലാം ചാരനിറമായി തോന്നി. ഗാന്ധിനഗറിലെ ലോഡ്ജ് മുറിയിൽ ഇരിക്കുമ്പോൾ അയാൾ വാസ്തവത്തിൽ ഒരു മഞ്ഞ മനുഷ്യനാണെന്ന് അവളൊരു ചാര വനിതയാണെന്ന് അയാളും വിചാരിച്ചു. പാവങ്ങൾ, അവർ ആ നേരത്ത് ഒരു വെറും സ്ത്രീയും പുരുഷനും. അവൾക്ക് 35+/- അയാൾക്ക് 45+/-. അവൾ വിവാഹമോചിതയും 2 കുട്ടികളുടെ അമ്മയും, അയാൾ വിവാഹബന്ധിതനും 2 കുട്ടികളുടെ അച്ഛനും. സമ്മതിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീ പുരുഷന്മാരിൽ കണ്ടുവരുന്ന ലൈംഗിക താല്പര്യങ്ങളാണ് അവരെ കോട്ടയത്തിന് പ്രാന്തപ്രദേശത്തുള്ള ഈ ഇടത്തരം ലോഡ്ജ് മുറിയിലേക്ക് നയിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അവർ പരസ്പര ബാധിതരായത്. ആശുപത്രികളിൽ ആരെയാണ് കാമം ബാധിക്കാത്തത്? മരിച്ചുപോയവരുടെ അനേകായിരം ശരീരങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ആസക്തികൾ അന്തരീക്ഷത്തിൽ സദാ പാറി നടക്കുകയല്ലേ? പെട്ടെന്നൊരു ദിവസം പഴകിയ റൊട്ടിയിൽ പൂപ്പലിന്റെ രോമാഞ്ചം പടരുന്നതും മഴക്കാലത്ത് കരിയിലകളിൽ കൂണുകളിലെ വെളുത്ത ലിംഗങ്ങൾ ഉയരുന്നതും കണക്കെ ഓരോ നേർത്ത അനുകൂല സന്ദർഭത്തിലും ആശകൾ മുള പൊട്ടുന്നു. ഒന്നാമത് മനുഷ്യർ, വേണ്ട വിധം സ്നേഹിക്കപ്പെടാത്തവർ. ഒപ്പം രോഗികളും. ശരീരം പലതരം ആശാഭംഗങ്ങളാൽ ചുട്ടുപഴുക്കുകയും ആവിയായി അന്തരീക്ഷത്തിലേക്ക് വിലയം പ്രാപിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെ കൺകട്ടറിയാവുന്ന ആരെങ്കിലും മന്ത്രം ഉരുവിടുന്ന ചുണ്ടുകൾ കൊണ്ട് ഈ ആവിയൊന്ന് തിരികെ അസ്ഥിയും മാംസവുമാക്കി തന്നിരുന്നെങ്കിൽ എന്ന് ആരും ആശിച്ചു പോകും. പ്രസ്തുത ചുണ്ടുകളിൽ പുകയിലക്കറ, വായ്നാറ്റം എന്നിവയുണ്ടായാലും ആ നേരത്ത് നമ്മളത് കാര്യമാക്കില്ല. മനുഷ്യന്റെ കാര്യം അത്രയൊക്കെ ഉള്ളൂ. അവളും അയാളും കണ്ടുമുട്ടിയ സാംക്രമിക രോഗ വാർഡ് മെഡിക്കൽ കോളേജിലെ 24-ാമത്തെ വാർഡായിരുന്നു. മറ്റു വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ചില്ലുവാതിലുകളും അതിനുമേൽ ചുവന്ന വട്ടത്തിൽ 24 എന്ന നമ്പരുമുണ്ട്. സാധാരണ വാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി OPയും ഇതോട് ചേർന്ന് തന്നെയാണ്. ഡോക്ടർ സുജിത് കുമാർ എന്ന കറുത്ത പെയിന്റടിച്ച അക്ഷരങ്ങൾക്ക് താഴെ ചുവന്ന പരസ്പര ബന്ധിതമായ പ്ലാസ്റ്റിക് കസേരകളുണ്ട്. ഏറ്റവും വലിയ സൗകര്യം ഗേറ്റിന് തൊട്ടടുത്താണ് ഈ വാർഡ് എന്നതാണ്. ആവശ്യം വന്നാൽ മോർച്ചറി പോലും അരികിൽ തന്നെയാണ്. വെറുതെയാണോ നമ്മളൊക്കെ ആദ്യം കിട്ടുന്ന അവസരത്തിൽ തന്നെ സാംക്രമിക രോഗികളാകുന്നത്? അവളാണ് അന്ന് ആദ്യം എത്തിയത്. ഒരു ചെറിയ ദുർബലമായ മഴയുണ്ടായിരുന്നു പുറത്ത്. മഴയിൽ നിന്ന് അയാൾ ഓടിക്കയറി വരികയായിരുന്നു. ഷർട്ടിന്റെ കൈകളിലും നരച്ചു തുടങ്ങിയ മുടിയിഴകളിലും നിന്ന് വെള്ളത്തുള്ളികൾ തെറിപ്പിച്ചു കളഞ്ഞ് അവൾക്കെതിരെയുള്ള പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നു. മുഖമുയർത്തി അയാൾ ആദ്യം നോക്കിയത് അവളുടെ കണ്ണുകളിലേക്കാണ്. ജീവിതത്തിൽ ആദ്യമായി കാണുകയാണെങ്കിലും പ്രണയബന്ധങ്ങളിൽ പതിവുള്ളതുപോലെ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവളും, ഇവളെ എപ്പോഴോ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് അയാളും വിചാരിച്ചു. മുഖാമുഖം ഇരുന്നതിനാൽ അവരുടെ നോട്ടങ്ങൾ പലതവണ കാര്യമൊന്നുമില്ലാതെ പരസ്പരം കൈ കൊടുത്ത് കടന്നുപോയി. ഒരു വട്ടം അയാളുടെ നോട്ടം അവളുടെ കണ്ണുകളിൽ തടഞ്ഞു വീഴുകയും സോറി പറഞ്ഞ് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. മറ്റൊരു വട്ടം അവളുടെ നോട്ടം അയാളുടെ കണ്ണുകളിൽ ഒന്ന് ഇടറുകയും അയാളുടെ കൺപീലികൾ അവൾ വീണുപോകാതെ താങ്ങി നിർത്തുകയും ചെയ്തു. ഇടയ്ക്ക് ഒരു രോഗി അറ്റൻഡറോട് വഴക്കിട്ടപ്പോൾ അയാൾ അടുത്തിരുന്ന മറ്റൊരു രോഗിയോട് എന്തോ തമാശ പറഞ്ഞു ചിരിച്ചു. ആ ചിരിയുടെ ഒരു കഷ്ണം എന്തുകൊണ്ടോ അയാൾ അവൾക്ക് വേണ്ടിയും നീട്ടി. പിന്നീട് എപ്പോഴോ അവളുടെ അടുത്തിരുന്ന സ്ത്രീ OP കാർഡ് നോക്കി എന്തോ പറഞ്ഞപ്പോൾ അവൾക്ക് ഉപചാരത്തിന് വേണ്ടി ചിരിക്കേണ്ടി വന്നു. ആ നേരത്തെ അയാൾ തന്ന ചിരിയുടെ കടം അവൾ കൃത്യമായും കൊടുത്തു തീർത്തു. അതിനിടെ അവൾക്ക് മറ്റൊരാളെ ഓർമ്മ വന്നു. ഓർമ്മകളുടെ ഉപസംഹാരത്തിൽ പതിവുള്ള നെടുവീർപ്പോടെ അവൾ കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ അയാൾ തൊട്ടരികിലുള്ള കസേരയിൽ ഇരിക്കുന്നു. അയാളും ഗാഢമായ എന്തോ ചിന്തയിലായിരുന്നു. എന്തായിരിക്കാം അയാൾ ചിന്തിക്കുന്നതെന്ന് അവൾ ആലോചിക്കാതിരുന്നില്ല. രോഗത്തെക്കുറിച്ചായിരിക്കുമോ? മരണത്തെക്കുറിച്ചായിരിക്കുമോ? താനില്ലെങ്കിൽ അനാഥരായി പോകുന്ന കുട്ടികളെക്കുറിച്ചോ ഭാര്യയെക്കുറിച്ചോ ആയിരിക്കുമോ? പെട്ടെന്ന് രാവിലെ കുട്ടികളെ സ്കൂളിൽ വിടുന്ന തിരക്കിൽ അടുക്കളയിൽ ചേർത്ത് വെച്ച ചായ കുടിക്കാൻ മറന്നത് അവൾക്ക് ഓർമ്മ വന്നു.
അപ്പോഴാണ് അയാൾ മുഖം തിരിച്ചതും ആദ്യമായി സംസാരിച്ചതും. ഒരു ചായ കുടിച്ചാലോ? അവൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഒരു മറുപടി പറയാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആകെ സംഭവിച്ചത് അവളുടെ മുഖം ലേശം ചുവന്നു എന്നത് മാത്രമാണ്. പെട്ടെന്നൊന്നും നമ്മുടെ നമ്പർ വിളിക്കാൻ പോകുന്നില്ല, അയാൾ പിന്നെയും പറഞ്ഞു. അവൾക്ക് ലേശം അപകർഷത അനുഭവപ്പെട്ടു. ഒരു ചായയോടുള്ള ആസക്തി ഇത്ര വ്യക്തമായി തന്റെ മുഖത്ത് എഴുതപ്പെട്ടിരിക്കുന്നോ എന്ന സംശയം തോന്നിയപ്പോൾ മുഖം പിന്നെയും ചുമന്നു. എന്തായിരുന്നാലും അവൾ വളരെ കാലത്തിന് ശേഷം ഒരു പുരുഷനെ മതിപ്പോടെ നോക്കുകയും ഇഷ്ടത്തോടെ പുഞ്ചിരിക്കുകയും ചെയ്തു. പോകാം. നനഞ്ഞ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ ഭർത്താവുമായി പിരിഞ്ഞതിന് ശേഷം താൻ ആദ്യമായാണ് ഒരു പുരുഷനോടൊപ്പം നടക്കുന്നതെന്ന് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ആ നേരത്ത് ഉണ്ടായിരുന്നില്ലെങ്കിലും അവൾ ഓർത്തു. ഇത്ര ഉന്നതമായ ഒരു ബഹുമതിക്ക് അയാൾക്ക് എന്തെങ്കിലും അർഹതയുണ്ടോ ആവോ? നല്ല ഉയരമുള്ള പുരുഷനായിരുന്നു അയാൾ. ഉറച്ച കാൽവയ്പുകളോടെയാണ് അയാൾ നടന്നത്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ അയാൾ നിരാശനാണെന്ന് അവൾക്ക് തോന്നി. പെണ്ണുങ്ങളുടെ നിരാശ അവരുടെ കൺതടങ്ങളിൽ തെളിയും. ആണുങ്ങളുടേതാകട്ടെ അവരുടെ ചുവടുകളിലും. അവളുടെ കൺതടങ്ങളിൽ കറുപ്പുണ്ടായിരുന്നു. വിട്ടുവിട്ടുള്ള ചെറിയ അസ്വസ്ഥതകൾക്ക് മാറി മാറി ചികിത്സിച്ചിട്ടും ഫലം കാണാത്തതിന്റെ നിരാശയിലായിരുന്നു അവൾ. മരുന്ന് കഴിച്ചും രക്തവും മൂത്രവും പരിശോധിച്ചും മടുത്തിരുന്നു. ഈ ഡോക്ടറും രോഗം കണ്ടെത്തുന്നില്ലെങ്കിൽ ചികിത്സ മതിയാക്കാമെന്ന് പോലും ആശുപത്രിയിലേക്ക് പോകാൻ സാരി ഉടുക്കുമ്പോൾ തീരുമാനിച്ചതാണ്. പക്ഷെ ആ നേരത്താണ് മൂത്ത മകൻ അവന്റെ ഇൻഹേലർ തിരഞ്ഞ് മുറിയിലേക്ക് വന്നത്. ശ്വാസോച്ഛ്വാസത്തിന് പണിപ്പെടുന്ന അവന്റെ ചെറിയ നെഞ്ചിൻകൂട് കണ്ടപ്പോൾ അവൾ തീരുമാനം മാറ്റി. അവളില്ലെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ വലിക്കുന്ന മകന്റെ എല്ലുകൾ എഴുന്നേൽക്കുന്ന പുറം തടവിക്കൊടുക്കാൻ ആരുണ്ട്? കുട്ടികൾ വഴക്കിടുമ്പോൾ തടസ്സം പിടിക്കാനും, അവരുടെ സ്കൂളിലെ PTA മീറ്റിങ്ങിന് പോകാനും, ഓണത്തിന് പുതിയ ഉടുപ്പുകളും ജന്മദിനങ്ങൾ ഓർത്തുവെച്ച് സ്കൂളിലേക്ക് മിഠായി പാക്കറ്റുകളും വാങ്ങിക്കൊടുത്ത് അവരുടെ മുഖത്ത് ചെറിയ ചിരികൾ വിടർത്താനും അവൾ മാത്രമേയുള്ളൂ. അപ്പോഴാണ് അയാൾ വീണ്ടും സംസാരിച്ചത്. എവിടെയാണ് താമസിക്കുന്നത്? പന്തളം. പടപേടിച്ചു പോയതാണോ? അയാൾ അവളെ കുസൃതിയോടെ നോക്കി. അല്ല, പന്തം കൊളുത്താൻ. ഉദാസീനതയോടെ അവൾ മകനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ അമ്പരക്കുകയും അവളെ സൂക്ഷിച്ചു നോക്കുകയും ചെയ്തപ്പോഴാണ് പറഞ്ഞതെന്തെന്നും ആരോടെന്നും അവൾക്ക് ബോധം വീണത്. ആരാണവൾ? അല്ലെങ്കിലും എന്താണവൾ? 35 പിന്നിട്ട ഒരു സ്ത്രീ, അടിച്ചുവാരിയ മുറ്റം പോലെ വരവീണ വയറ്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട മാറിടം, അഴകളവ് തെറ്റിയ പിൻഭാഗം, പിന്നെ ശിശിരത്തിലെ കാറ്റാടി ഇലകൾ പോലെ ഓരോ കാറ്റിലും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന മുടിയിഴകൾ. ഈ രൂപത്തിൽ തമാശ പറയുന്ന സ്ത്രീയെ ഏത് പുരുഷനാണ് ഇഷ്ടപ്പെടുക? ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു പ്രായം കഴിഞ്ഞ പെണ്ണുങ്ങളുടെ കാര്യം വലിയ കഷ്ടം തന്നെ. അവർ കോഫി ഹൗസിനുള്ളിലെത്തി കഴിഞ്ഞിരുന്നു. ജനറേറ്ററിന്റെ ഭീകരമായ ശബ്ദം കുറവുള്ള ഒരിടം അയാൾ തന്നെ കണ്ടെത്തി. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ LIC-യിൽ ജോലി ചെയ്യുകയാണ്. ഓ, നന്നായി. അയാൾ ചിരിച്ചു. എന്തു ചെയ്യുന്നു? അധ്യാപകനാണ്. എന്താണ് രോഗം? അറിയില്ല, അവൾ നിരാശയോടെ പറഞ്ഞു. അയാൾ ചിരിച്ചു. ഭാഗ്യവതി. എന്താണ് അസുഖം? അവളും അന്വേഷിച്ചു. ഒരു തരം വൈറൽ പനി. ഏകദേശം മാറി, എന്നാലും ഇടയ്ക്കിടെ വന്ന് പരിശോധിക്കണം. അപ്പോഴേക്ക് സപ്ലയർ 2 ചായയുമായി വന്നു. അവൾ നിശബ്ദമായി ചായ കുടിച്ചു തീർത്തു. അയാളാണ് ബിൽ പേ ചെയ്തത്. തിരികെ വാർഡിലെത്തുവോളം അവർ നിശബ്ദരായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ ആദ്യം അവളുടെ നമ്പർ വിളിച്ചു. അവൾ തിരക്കിട്ട് അകത്ത് ചെന്ന് ഡോക്ടറോട് തന്റെ പ്രശ്നങ്ങളിൽ ചിലത് വിവരിച്ചു. രക്തവും മൂത്രവും പരിശോധിക്കാനാണ് ഈ ഡോക്ടർ നിർദ്ദേശിച്ചത്. അവൾ പുറത്തിറങ്ങിയപ്പോൾ അയാൾ അകത്തേക്ക് കയറുകയായിരുന്നു. യാത്ര പറയാനെന്ന പോലെ അയാളെ നോക്കിയപ്പോൾ ഒരുതരം അസ്വസ്ഥത അയാളിൽ നിന്ന് തന്നിലേക്ക് സംക്രമിക്കുന്നത് അവൾ അറിഞ്ഞു. എന്തെല്ലാം തരം രോഗങ്ങളാണ് ഈ ലോകത്ത്! ചിലത് തൊട്ടാൽ പകരുന്നു, ചിലത് നോക്കിയാൽ പകരുന്നു, ചിലത് കാറ്റിലൂടെയും കത്തിലൂടെയും പകരുന്നു. ഇതിനൊക്കെയുള്ള മരുന്നുകൾ ഡോക്ടർ സുജിത് കുമാറിന്റെ കയ്യിൽ ഉണ്ടായാൽ മതിയായിരുന്നു. ലാബിൽ വല്ലാത്ത തിരക്കുണ്ടായിരുന്നു. അവൾ നീണ്ട ക്യൂവിൽ ഏറെ പിന്നിലായി നിൽക്കുമ്പോൾ അയാൾ ധൃതിയിൽ കടന്നു വന്നു. ആരെയോ തിരയുന്ന നോട്ടമുണ്ടായിരുന്നു മുഖത്ത്. ആ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്കൊരു കൗതുകം തോന്നി. ലേശം നരച്ച്, മുടി കൊഴിഞ്ഞ്, മുഖത്ത് പ്രാരബ്ധങ്ങളുടെ ചുളിവീണ ഒരു പുരുഷൻ കണ്ണുകളിൽ മാത്രം കൗമാരത്തോടെ നോക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് കൗതുകം തോന്നാത്തത്? പക്ഷേ ആ കൗമാരം തിരയുന്നത് തന്നെയാണെന്ന് ചിന്തിച്ചപ്പോൾ അവളുടെ മുഖം വിളറുകയും ചുവക്കുകയും, അപ്പോൾ അയാളുടെ കണ്ണുകൾ അവളെ കണ്ടെത്തുകയും കണ്ടെത്തിയതിൽ ആഹ്ലാദിക്കുകയും ചെയ്തു. അവൾക്ക് ഹൃദയം നിറഞ്ഞു. വളരെ കാലത്തിന് ശേഷം ഒരു പുരുഷന്റെ കണ്ണുകൾ
തന്നെ തേടുന്നത് കാണുകയും തന്നെയാണ് തേടുന്നതെന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോൾ മിക്കവാറും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഹൃദയം നിറഞ്ഞു പോകും. അതാണല്ലോ പെണ്ണുങ്ങളുടെ ഒരു ഗുണം. അയാൾ പതിയെ അവളുടെ അടുത്ത് വന്നു. തനിക്കും പരിശോധനകൾ ഡോക്ടർ എഴുതി തന്നെന്ന് അയാൾ പറഞ്ഞു. ടെസ്റ്റിന് രക്തം കൊടുക്കണം. എന്നാലും റിസൾട്ട് കിട്ടുമ്പോൾ 2-3:30 മണി കഴിയും. പിന്നെ വൈകിട്ടത്തെ ഒപിയിൽ ഡോക്ടറെ കാണിച്ചിട്ട് പോകാമെന്ന് കരുതുന്നു. അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച വീണ്ടും വരേണ്ടി വരും. റിസൾട്ടുമായി മറ്റൊരു ദിവസം ഡോക്ടറെ കാണാമെന്നാണ് തന്റെ തീരുമാനമെന്ന് അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അയാളുടെ മുഖം മങ്ങി. എന്തിനാ വെറുതെ ഒരു യാത്ര കൂടി? ഇന്ന് തന്നെ ഡോക്ടറെ റിസൾട്ട് കാണിക്കാൻ കഴിഞ്ഞാൽ അതല്ലേ നല്ലത്? അയാൾ ചോദിച്ചു. അപ്പോൾ അയാളുടെ 45 വയസ്സിന്റെ ചുളിവുകളുള്ള മുഖം ചുവക്കുകയും വിളറുകയും ചെയ്തു. അവളെ നോക്കാതിരിക്കാൻ അയാൾ പണിപ്പെട്ടു. നോക്കിയാൽ തന്റെ നോട്ടം അവളുടെ ശരീരഭാഗങ്ങളിൽ ഒട്ടിപ്പിടിക്കുമോ എന്നും അവൾ തന്നെ ഒരു സ്ത്രീലമ്പടനായി കാണുമോ എന്നുമായിരുന്നിരിക്കാം അയാളുടെ ഭയം. 40-40 വയസ്സായാൽ ഇതാണ് പുരുഷന്മാരുടെ കുഴപ്പം. അവർക്ക് സ്ത്രീയെ ശരീരമായി മാത്രമേ കാണാനാവൂ. ഒപ്പം കിടക്കുമ്പോൾ ഈ സ്ത്രീ തന്നെ എങ്ങനെ വിലയിരുത്തുമെന്ന് അവർ വേലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും. ചുരുക്കം പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ ആണുങ്ങളുടെ കാര്യവും വലിയ കഷ്ടം തന്നെ. ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയപ്പോൾ വൈകിട്ടത്തെ ഒപി വരെ ഒരുപാട് ദൂരമുണ്ടെന്ന് തോന്നി അവർക്ക്. അപ്പോൾ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ഒരു തമാശ പറയുന്ന പോലെ അയാൾ പറഞ്ഞു, ചെറുപ്പമായിരുന്നെങ്കിൽ നമുക്കൊരു സിനിമയ്ക്ക് പോകാമായിരുന്നു. അവൾ ചിരിച്ചു. ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവൾ ധൈര്യത്തോടെ ചോദിച്ചു, ഈ നേരത്ത് ഏത് തിയേറ്ററിലാണ് ഷോ? അത് ചോദിച്ചു തീരും മുമ്പേ തൊട്ടു മുൻപിൽ അവർ ഒരു പോസ്റ്റർ കണ്ടു. കാതൽ കൊണ്ടേൻ ന്യൂൺ ഷോ. ആ സിനിമ കണ്ടാലെന്തെന്ന് അയാൾ ചോദിച്ചു. അവൾ സമ്മതിച്ചു. അവർ തിയേറ്റർ തേടിപ്പിടിച്ചു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അടുത്തടുത്തുള്ള കസേരകളിലിരുന്നു. സിനിമ തുടങ്ങിയിട്ട് കുറച്ചുനേരം കഴിഞ്ഞിരുന്നു. എന്നാൽ അവർക്ക് പെട്ടെന്ന് കഥ മനസ്സിലായി. ഭാഷ തമിഴായിരുന്നു. എന്നിട്ടും ഡയലോഗുകൾ മനസ്സിലായി. തിയേറ്ററിൽ അധികം ആളും ഉണ്ടായിരുന്നില്ല. ഇന്റർവെൽ കഴിഞ്ഞപ്പോൾ അയാൾ പതിയെ കൈനീട്ടി അവളുടെ ചുമലിൽ വെച്ചു. അവൾ അത് അറിഞ്ഞതായി ഭാവിച്ചില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പതിയെ തല അയാളുടെ ചുമലിലേക്ക് ചാരി. അയാളും അത് അറിഞ്ഞതായി ഭാവിച്ചില്ല. സിനിമ 2:30 കഴിഞ്ഞു. അടുത്തുള്ള ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. അപ്പോഴും സമയം ബാക്കി കിടക്കുന്നു. എന്തുകൊണ്ടെന്നറിയില്ല അവൾക്ക് പെട്ടെന്നൊരു തലചുറ്റൽ വന്നു. വെട്ടി വിയർത്തു. കണ്ണുകൾ പിന്നിലേക്ക് മറിഞ്ഞു. നോക്കുന്നിടത്തെല്ലാം മഞ്ഞനിറം പോലെ തോന്നി. അയാൾ ആകെ പരിഭ്രമിച്ചു. അവളുടെ നെറ്റിത്തടത്തിലും കഴുത്തിലും തൊട്ട് ചൂട് പരിശോധിച്ചു. എത്രയും വേഗം എവിടെയെങ്കിലും കുറച്ചുനേരം വിശ്രമിക്കുകയാവും നല്ലതെന്ന് അയാളാണ് ചികിത്സ വിധിച്ചത്. അതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി. അങ്ങനെയാണെന്ന് തോന്നുന്നു അവർ തൊട്ടടുത്തുള്ള ലോഡ്ജിലെത്തിയത്. ലോഡ്ജിൽ വെള്ളവിരിയുള്ള കട്ടിലിൽ അവൾ കിടന്നു. അയാൾ അവളുടെ കൈത്തലം തലോടി അരികിലിരുന്നു. എതിരെയുള്ള കണ്ണാടിയിൽ അവർക്ക് അവരെ തന്നെ കാണാമായിരുന്നു. 2 പാവങ്ങൾ, സ്നേഹിക്കാൻ വളരെ കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളവർ. സ്നേഹിക്കാൻ ലജ്ജിക്കുന്നവർ, അധൈര്യപ്പെടുന്നവർ, എന്നാലോ സ്നേഹം വേണ്ടെന്ന് വെക്കാനും ധൈര്യമില്ലാത്തവർ. അവൾക്ക് അയാളുടെ കൈകളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഒരിക്കൽ പോലും അഴുക്കിൽ തൊട്ടിട്ടില്ലാത്തതുപോലെയുള്ള ഇളം മഞ്ഞ വിരലുകൾ. അവൾ മുമ്പ് കണ്ടിട്ടുള്ള കൈകളിലേതുപോലെ നഖങ്ങൾ കറുത്തതല്ല. സിഗരറ്റിന്റെ മഞ്ഞ തഴമ്പില്ല. കൈവെള്ള പരുക്കനല്ല. അവൾ സ്വന്തം വിരലുകളിലേക്ക് നോക്കി. പാത്രം കഴുകിയും തുണി നനച്ചും അവയും പരുക്കനായിരുന്നു. അഴുക്ക് കയറി ഉറച്ചിരുന്ന് നഖങ്ങൾക്ക് കറുത്ത പുറംരേഖ രൂപപ്പെട്ടിരുന്നു. അയാളുടെ ഭാര്യയുടെ നഖങ്ങൾ എങ്ങനെയായിരിക്കും? അവളുടേതുപോലെയോ? അയാളപ്പോൾ അവളുടെ മുൻഭർത്താവിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. ആരെയാണ് ഉപേക്ഷിച്ചത്? അവൾ അയാളെയോ അയാൾ അവളെയോ? അയാൾ സുന്ദരനായിരുന്നില്ലേ? അയാൾക്ക് അവളെ വേണ്ട വിധം ഉമ്മ വയ്ക്കാനും താലോലിക്കാനും അറിയാമായിരുന്നില്ലേ? പെണ്ണുങ്ങളുടെ കാര്യം ആർക്കറിയാം? ചിലർക്ക് ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമല്ല, ചിലർക്ക് അത് മതിയാവുകയുമില്ല. അയാൾ അവളുടെ കവിളുകളിൽ പതിയെ തലോടി. അവൾ ആ കൈത്തലത്തിൽ മുറുകെ പിടിച്ചു. മഞ്ഞനിറം മാറിയോ? അയാൾ ഇടറിയ ഒച്ചയിൽ ചോദിച്ചു. ഇല്ല, അവൾ ചിരിച്ചു. നിങ്ങൾക്കോ? എനിക്ക് പനിയല്ലേ. കണ്ണിന്റെ ഒരു ഭാഗത്ത് ചുവപ്പ്, ഒരു ഭാഗത്ത് കറുപ്പ്, ഇപ്പോഴും അതേ ചാരനിറം. അയാളും ചിരിച്ചു. അറിയാമല്ലോ, ആണും പെണ്ണും തനിച്ച് ഒരു മുറിയിലിരുന്ന് ചിരിച്ചു തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കാം? കരയുന്നത് വരെ ചിരിച്ചെന്ന് വരും. ചിരി ഒരുതരം കൺകെട്ടാണ്. ചിരിക്കുമ്പോൾ അവൾക്ക് നല്ല ഭംഗിയുണ്ടെന്ന് അയാൾക്കും, അയാൾക്ക് നല്ല ഭംഗിയുണ്ടെന്ന് അവൾക്കും തോന്നി. അവള് ഉമ്മ വെക്കണമെന്ന് അയാൾക്കും, അയാൾ ഉമ്മ വെക്കണമെന്ന് അവൾക്കും തോന്നി. എന്തിനധികം പറയുന്നു? അന്ന് രാവിലെ മാത്രം പരിചയപ്പെട്ട ഈ സാംക്രമിക രോഗികൾ തങ്ങളുടെ വീടും കൂടും മറന്ന്, നാടും നാട്ടുനടപ്പും മറന്ന്, സത്യം പറയാമല്ലോ, ഇണ ചേർന്നു. ഉറങ്ങി എഴുന്നേറ്റ് പോകാനിറങ്ങുമ്പോൾ
അയാൾ നഷ്ടബോധത്തോടെ അവൾ ഉമ്മ വയ്ക്കുകയും അവൾ തന്നാൽ കഴിയും വിധം അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. പുറത്തിറങ്ങുമ്പോൾ മെഡിക്കൽ കോളേജിലെ OP അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ആകാശത്ത് നക്ഷത്രങ്ങളുടെ OP തുറന്നു കഴിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ അവൾക്ക് രോഗം കൂടി. എന്താ അമ്മേ, തീരെ വയ്യേ? കട്ടിലിൽ നെറ്റിയിൽ കൈത്തണ്ട കുറുകെ വെച്ച് തളർന്നു കിടന്ന അവളുടെ കിടക്കക്കരികിൽ വന്നിരുന്ന് ഇളയ മകൻ വേവലാതിയോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, നോക്കുമ്പോ ഒരു മഞ്ഞ നിറം, അത്രേയുള്ളൂ, അവൾ ഇടർച്ചയോടെ പറഞ്ഞു. രാത്രി അവൾക്ക് രോഗം വഷളായി. കുട്ടികൾ പേടിച്ചു. അവർ അയൽക്കാരെ വിളിച്ചുണർത്തുകയും അവളെ രാത്രി തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. മഞ്ഞപ്പിത്തം തന്നെയാണ് അവളുടെ രോഗമെന്ന് സ്ഥിരീകരിച്ചു. 2 ആഴ്ചയോളം അവൾ ചികിത്സയിലായിരുന്നു. മരുന്നിന്റെയും പഥ്യത്തിന്റെയും മയക്കത്തിൽ അവൾ അയാളെ പിന്നെയും പിന്നെയും കണ്ടു. തമാശ, മയക്കത്തിൽ പോലും അയാളെ അവൾ മഞ്ഞ നിറത്തിലാണ് കണ്ടത്. മഞ്ഞ കണ്ണുകൾ, മഞ്ഞ തലമുടി, മഞ്ഞ ചെവികൾ, മഞ്ഞ ചുണ്ടുകൾ. പിന്നെയും ഒരാഴ്ച കഴിഞ്ഞു കാണും. രോഗം ഭേദപ്പെട്ട് മുറ്റം വൃത്തിയാക്കുമ്പോൾ ചെടിക്കിടയിൽ പാറിക്കിടന്ന ഒരു പത്രക്കീറിൽ അവൾ അയാൾ ഒരിക്കൽ കൂടി കണ്ടു. മഞ്ഞപ്പിത്തത്താൽ ഒരു അധ്യാപകനും കൂടി മരിച്ചെന്നോ മറ്റോ എഴുതിയതിന് താഴെ മഞ്ഞിച്ച് മഞ്ഞിച്ച് മഞ്ഞിച്ച്